ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ അകലെയായി 4.5 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പൂക്കാട്ടുപടി ആലുവ മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാത്രം അകലത്തിലായിട്ടാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീട് വരുന്നത്. നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു കണ്ടംപററി ഡിസൈനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ബസ് റൂട്ടിൽ നിന്നും വെറും 200 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 1.5 കിലോമീറ്ററാണ് ദൂരം. കിഴക്കമ്പലം ടൗണിലേക്ക് വരുന്നത് ഏകദേശം ഒരു 4 കിലോമീറ്ററാണ്. സമരട്ടൻ ഹോസ്പിറ്റൽ ഒരു 3.5 കിലോമീറ്റർ അകലത്തിലായി സ്ഥിതി ചെയ്യുന്നു. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ദൂരം ഏകദേശം 7 കിലോമീറ്ററാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതാണ് സിറ്റ് ഔട്ട്. മനോഹരമായിട്ടുള്ള നീളത്തിലുള്ള സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നു. വലിയൊരു മെയിൻ ഡോർ നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഡബിൾ ഹൈറ്റിൽ നിർമ്മിച്ച ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഒരു വശത്തായിട്ട് സീലിംഗ് ടു ഫ്ലോർ വിൻഡോ നൽകിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു വശത്തായിട്ട് TV യൂണിറ്റ് കാണാം. വലിയ മനോഹരമായിട്ടുള്ള TV യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. ലിവിങ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 10 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ളത് തന്നെയാണ് ഡൈനിങ് ഏരിയ. സ്റ്റെയർ നൽകിയിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് മുകളിലേക്കാണ്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് മനോഹരമായിട്ടുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു കിച്ചൺ. എൽ ഷേപ്പിലുള്ള കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നു. താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് ഈ വർക്ക് ഏരിയ. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. 2 ബെഡ്റൂമുകളും നല്ല വലിപ്പത്തിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഒരു വശത്തായിട്ട് വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. 2 വശത്തും ജനലുകൾ നൽകിയിരിക്കുന്നു. വലിയ വാർഡ്രോബുകൾ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളും ഇവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം നൽകിയിരിക്കുന്നത്. നല്ല എലഗൻ്റായിട്ട് തന്നെയാണ് ബാത്റൂമിൻ്റെ നിർമ്മാണം. വാൾ ഹാങ്ങിങ് ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. കോട്ടും ബെഡും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും കൂടി തന്നെയാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടൊരു കോർട്ട്യാർഡ് സ്പേസ് കൂടി നമുക്ക് ഈ ബെഡ്റൂമിനോട് അറ്റാച്ചായിട്ട് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ വാർഡ്രോബും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ലഭ്യമായിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. മോഡേൺ ഡിസൈനിൽ നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂം. താഴത്തെ നിലയിലുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. സ്റ്റെപ്പുകൾ വരുന്നത് വുഡൻ സ്റ്റെപ്പുകളാണ് വരുന്നത്. ഹാൻഡ് റെയിൽ ഒരുക്കിയിരിക്കുന്നത് ടഫൻ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ്. മുകളിലായിട്ട് ഹാൻഡ് റെയിൽ വരാനുണ്ട്. വീടിൻ്റെ നിർമ്മാണം ഏകദേശം ഒരു 90% ആണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഹാൻഡ് റെയിലുകളൊക്കെ വരാനുണ്ട്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. ഒരു ഹാങ്ങിങ് ഷാൻലിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു അപ്പർ ലിവിങ് സ്പേസ് തന്നെയാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഒരു ഭാഗത്തായിട്ട് വലിയ ബെഡ് കൊടുത്തിട്ടുണ്ട്. ആ ഭിത്തിയിൽ വാൾപേപ്പർ നൽകിയിരിക്കുന്നു. ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. താഴത്തെ നിലയിൽ കണ്ട ബാത്റൂമുകളുടെ അതേ ഡിസൈനിൽ തന്നെയാണ് ഈ ബാത്റൂം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള സ്പേസ് കാണാം. ഇനി നമ്മൾ യൂട്ടിലിറ്റി സ്പേസ് ആണ് നോക്കുന്നത്. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് നൽകിയിരിക്കുന്നു. ആൻ ചെയ്യാനുമൊക്കെ ആയിട്ടൊരു സ്പേസ് നമുക്കിവിടെ നൽകിയിരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഇതാണ് നാലാമത്തെ ബെഡ്റൂം.
എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. 2 ബെഡ്റൂമുകൾക്ക് കോട്ടും ബെഡും എല്ലാം നൽകിയിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളിലും വാർഡ്രോബും നൽകിയിട്ടുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ മാത്രം അകലത്തിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം വെറും 250 മീറ്റർ മാത്രമാണ്. മുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച ഈ വീടിന് ചോദിക്കുന്ന വില 1,18,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക.